നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചെറിയ നഴ്സറികളിൽ ചെല്ലുമ്പം നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യമാണ്, ഇവർക്കിതെല്ലാം എവിടെ നിന്നാണ് കിട്ടുന്നത്? അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ മണ്ണുത്തിക്കും ചിറക്കേക്കോടിനും ഇടയിൽ കൊട്ടേപ്പാടം എന്ന് പറയുന്ന ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷൻ്റെ അടുത്ത് തന്നെ റോഡ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഏക്കർ കണക്കിന് സ്ഥലത്ത് വിശാലമായി പരന്നു കിടക്കുന്ന ഒരു അടിപൊളി ഒരു തുളിപ്പാടം പോലെയുള്ള ഒരു ഗാർഡനാണ് ഈ പ്ലാന്റ്സ് വേൾഡ് എന്ന ഈ ഗാർഡൻ. ഈ ഗാർഡൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളെപ്പോൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും അതേ ടെമ്പോയിലായാലും ലോറികളിലായാലും ചെടികൾ ഒരുപാട് വന്നിറങ്ങുന്നു, അതുപോലെ തന്നെ കയറിപ്പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന ചെടികൾ പലതും ചിലപ്പം നാളെ ചെന്നാൽ പോലും സ്റ്റോക്ക് ഉണ്ടാവില്ല. ഇത് മാത്രമല്ല, ഇവിടെ പുതിയതായിട്ട് ഒരുപാട് ചെടികൾ ഇങ്ങനെ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ തന്നെ 3 വണ്ടികൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്, വലിയ ടെമ്പോ പോലത്തെ. അതിൽ ഒന്ന് കായംകുളത്ത് നിന്ന് വന്നിരിക്കുന്നതാണ് ഒരു നഴ്സറിയിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഇതുപോലെ നഴ്സറിക്കാർ വന്ന് ഒരുപാട് ഒരുമിച്ച് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതും അതുപോലെ ഒരുപാട് ലോഡ് വന്ന് ഇറങ്ങുന്നതും ആയതുകൊണ്ട് പല വെറൈറ്റികളും പെട്ടെന്ന് തീർന്നു പോകും. കഴിഞ്ഞ പ്രാവശ്യം ഇത് ഈ ഗാർഡൻ്റെ വേറൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കമൻറ്റ് വന്നതാണ്, നിങ്ങൾ ഈ കാണിക്കുന്നതൊന്നും അവിടെ ഇല്ല എന്നുള്ളത്. ഇല്ലാതാകാനുള്ള കാരണം ബൾക്കായിട്ട് ഒരുമിച്ച് എടുത്തു പോവുകയും ചെയ്യും, അതുപോലെ പുതിയത് വന്നിറങ്ങുകയും ചെയ്യും. അതുകൊണ്ട് അത് ഒരു പ്രത്യേകതയാണ് ഈ ഗാർഡൻ്റെ. നിങ്ങളൊരു ബോഗൻവില്ല കളക്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ഗാർഡനാണ് ഈ പ്ലാന്റ്സ് വേൾഡ്. കാരണം നിങ്ങളുടെ കയ്യിലില്ലാത്ത ഒരു വെറൈറ്റി എങ്കിലും തീർച്ചയായും ഇവിടെ ഉണ്ടാവും. പ്ലാന്റ്സ് വേൾഡ് നഴ്സറിയാണ് ഇത്. മണ്ണത്തിൽ നിന്ന് ചെറുക്കക്കോട് പോകുന്ന റൂട്ടിൽ കോട്ടയപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ബൊഗൈൻവില്ലയുടെ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് വന്നിട്ടുണ്ട്, അവൈലബിളാണ്. അദർണ എന്ന് പറയുന്ന ചെടിയാണ്. ഇതിൽ ഒരു 8 കളറ് മാറി വരുന്ന ടൈപ്പ് ചെടികളാണ്. നല്ല മൂവുള്ള ചെടിയാണ്. ഇത് 12 ഇഞ്ച് ചട്ടിയാണ്. ഇതിൻ്റെ 7 ഇഞ്ച് ചട്ടി നമുക്ക് കിട്ടും, അവൈലബിൾ ആയിട്ടുണ്ട് നമുക്കിവിടെ. മിക്ക ഒരു 4-5 കളർ വരെ കിട്ടുന്നുണ്ട്, ചിലതൊരു 3 കളറ്. ഇത് ഫ്ലെയിം റെഡ്, കയാട്ട, റൂബി, ഫയർ ഓപ്പൽ, അങ്ങനെ ഒരു 3-4-5 കളറ് ഉള്ള ചെടികളാണിത്. ഇതെല്ലാം മൾട്ടിഗ്രാഫ്റ്റ് ആണല്ലേ? ഇതെല്ലാം മൾട്ടിഗ്രാഫ്റ്റാണ്. പിന്നെ മൾട്ടിഗ്രാഫ്റ്റിൻ്റെ വേറൊരു മോഡലാണ് അത്. ഇത് ഫോക്സ് സ്റ്റൈൽ അല്ലോ അല്ലേ? ഇത് ഫോക്സ് സ്റ്റൈൽ എല്ലാം ഉണ്ട്. റൂബി റെഡ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ ഇതുണ്ട്, ഇത് ചൈനീസ് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറയുന്നൊരു വെറൈറ്റി. ഇത് അങ്ങനെ കുറേ വെറൈറ്റികളുണ്ട്. സൺഷൈൻ ഇതാണ് അതിൻ്റെ ശരിക്കും ഒറിജിനൽ കളർ. അതാണ് ഇങ്ങനെ വരും. അപ്പോൾ ഈ ഒരു ഡാർക്ക് യെല്ലോ, പിന്നെ ഇങ്ങനെ മൾട്ടി കളർ ആയിട്ട് വരും അല്ലേ? അതെ. ശരിക്കും നല്ല അടിപൊളി കളറാണല്ലേ? അതെ. ഗോൾഡൻ സൺഷൈൻ, ആ പേര് കറക്റ്റ് ആണല്ലേ? അതെ. ഇതൊരു ബോൺസായി ടൈപ്പാണ്. ഇതിൽ ഇതുപോലൊരു 4-5 കളർ വരെ ഉള്ള ടൈപ്പ്. ഇതൊക്കെ ചില്ലി വെറൈറ്റികളാണ്. പിന്നെ ഇതിൽ ഫ്ലെയിം റെഡും അങ്ങനെയുള്ളതും ഒക്കെ ഉണ്ട്. ഇതൊരു 4 കളറായാലും 4-5 കളർ വരുന്നു. മൾട്ടിഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ്. കൂടുതലും ചില്ലി വെറൈറ്റികളാണല്ലേ മൾട്ടിഗ്രാഫ്റ്റിൽ വരുന്നത്? ഇതിൽ ചില്ലി വെറൈറ്റികളാണ് കൂടുതൽ. പിന്നെ ഫ്ലെയിം റെഡിൻ്റെ അങ്ങനെയുള്ള വെറൈറ്റികളുടെ വേറെ മൾട്ടിഗ്രാഫ്റ്റും ഉണ്ട്. പാജിത് റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ മൾട്ടി കളർ ആണല്ലേ? മൾട്ടി കളർ. ചിലപ്പോൾ വെള്ള ഉണ്ടാവും. അതെ. നല്ല ഭംഗിയുള്ള പിങ്ക് ഉണ്ട്. ഇങ്ങനെ മാറി വരും. ഇത് കയാട്ടയുടെ ഒരു ചെടിയാണ്. കയാട്ട. ഇത് വാട്ടർമെലൺ കിസ് എന്ന് പറയുന്ന വെറൈറ്റിയാ. ഇതെല്ലാം വാട്ടർമെലൺ കിസ് ആണ്. വാട്ടർമെലൺ കിസ് ആണ്. അത് ഒരുമിച്ചിരിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ? അതെ. ഇതെല്ലാം വാട്ടർമെലൺ കിസ് ആണ്. ഇതൊക്കെ വാട്ടർമെലൺ കിസ് ആണ്. ഇത് ഫ്ലെയിം റെഡിന്റെ വേരിഗേറ്റഡ് ആണ്. ഇത് പുതിയത് വന്ന ഫ്ലെയിം റെഡിന്റെ വേരിഗേറ്റഡ്. ഇത് നമ്മുടെ അദർണ ആദ്യം നമ്മൾ കാണിച്ചത്. ഇതൊക്കെ അദർണ ശരിക്കും നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല ഭംഗിയുള്ള ചെടിയാ. ഇതെല്ലാം അദർണയല്ലേ? ഇതെല്ലാം അദർണയാ. അത് അദർണയിലെ 8 കളേഴ്സ് മാറി വരുന്ന. ഇത് നല്ലൊരു പിന്നീട് ചിലത് യെല്ലോയിലേക്ക് പോകും. ചിലത് യെല്ലോയിലോട്ട്. ഇത് ഗോൾഡൻ ബിഗോജിസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി. അതെ. ഇത് നല്ലൊരു വെറൈറ്റി അല്ലേ? നല്ല വെറൈറ്റി. ഗോൾഡൻ ലീഫും ആ ഒരു കളറും കൂടെ വരുമ്പോൾ നല്ല അടിപൊളിയാണ്. നല്ല ചെടിയാണ്. ഫ്ലെയിം റെഡ് ആണ്. ഇതെല്ലാം ഒരുമിച്ചിരിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുള്ള, അല്ലെങ്കിൽ ഒത്തിരി
നല്ല ഡിമാൻഡുള്ള ഒരു ചെടിയാണ്. അതൊരു ഫ്ലെയിം റെഡും ഫയർ ഒപ്പാലും ആണ് ക്ലിക്കായത് പഴയതാണെങ്കിലും. അതെ അതെ. റൂബി റെഡ് ഈ വർഷം ഒരുപാട് പുതിയ വെറൈറ്റി ഉണ്ട്. എന്നാലും ഇതിന്റെ ആ ഡിമാൻഡ് ഇതുവരെ പോയിട്ടില്ല അല്ലേ? ഇല്ല ഇല്ല. മാർക്കറ്റ് ലെമൺ ചെറുനാരകം അതിന്റെ ഹൈബ്രിഡ് ആണ്. നമുക്ക് കായായി തുടങ്ങിയില്ലേ? ആയിട്ടുണ്ട്. ഇതിന്റെ ഒരുപാട് തൈകൾ നമുക്കുണ്ടല്ലേ? ഉണ്ട്. ഈ ഒരു വലിപ്പമുള്ളതോ ഇതിൽ ചെറുതുണ്ടോ? ചെറുതുണ്ട്, ഇതിലും വലുതുണ്ട്, കുറച്ച് കായായിട്ടുള്ളതൊക്കെ ഉണ്ട്. റെഡ് ഇതെല്ലാം മുട്ടായി വരികയാണല്ലേ നിറച്ച്? ഇത് നമ്മുടെ ബട്ടർ കപ്പ് അല്ലേ? ബട്ടർ കപ്പും നമുക്ക് കുറച്ച് കളക്ഷൻ ഉണ്ടല്ലേ? കുറേ ഉണ്ട്. ഇതേപോലെ ഈ വർഷത്തെ ഒരു നല്ല ഡിമാൻഡുള്ള ഒരു ചെടിയാണ് മൾട്ടി. നേരത്തെ ഉണ്ട് മൾട്ടി തന്നെ. അതിന്റെ പല പല കളേഴ്സ്. കുറച്ചുകൂടെ ചെറിയ ചട്ടിയാണ്. അതെ അതെ. ഈ സെക്ഷനോ? ഇത് കയാട്ടയുടെ ഒരു മിനി എന്നും പറഞ്ഞ കയാട്ട മിനി എന്നും പറഞ്ഞൊരു വെറൈറ്റിയാണ്. നിറച്ച് പൂവുണ്ടാകുന്ന നല്ല ബൾക്കായിട്ട് പൂവുണ്ടാകുന്നൊരു കുനുകുനാ പൂവുണ്ട്. കുനുകുനാ പൂ. കയാട്ട മിനി അല്ലേ? കയാട്ട മിനി എന്ന് പറയും. ഇതോ? കയാട്ട മജന്റ. മജന്റ കളറാണ്. ഇതും പുതിയതാണല്ലേ? ഈ വർഷം ആദ്യമായിട്ട് കാണുന്നത്. ഇത് ഗോൾഡൻ പെട്രോ ബാമ്പിനോ. ഇതാ ഒരു ഭംഗി ഉണ്ടല്ലേ എപ്പോഴും. ഓറഞ്ച് ഇലയും കൂടെ ആകുമ്പോഴത്തേനും അതെ, നല്ല ഭംഗിയുള്ള ഐഡിയ. അങ്ങോട്ടുള്ളതെല്ലാം അത് നമ്മുടെ ചില്ലി തന്നെയല്ലേ? ഫ്ലെയിം റെഡ്. ഫ്ലെയിം റെഡ്. ഗോൾഡൻ ഗ്ലോ എന്ന് പറയുന്നൊരു ചെടിയാണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ്. നല്ല ഭംഗിയുള്ള. അതിന്റെ ലീഫിനാണേലും വേരിയേഷൻ ഉള്ളതാണ്. നല്ലൊരു വെറൈറ്റിയാണ്. ഇത് മഹാറാണി അല്ലേ? ഇത് മഹാറാണി. ഇത് ഡയമണ്ട് ഓറഞ്ച് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. വെറൈറ്റിയാണ്. ലീഫിലാണ് അതിന്റെ ഭംഗി ഇരിക്കുന്നത്. ലീഫും നല്ല ബൾക്കായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ബഞ്ച്. ഇതൊരു മൾട്ടി കളറാണ്. ഗോൾഡൻ സൺഷൈൻ ഉണ്ട്, പിന്നെ വാട്ടർമെലൻ്റെ ഒരു ലൈറ്റ് കളറ്. അങ്ങനെ പല ഒരേ ചെടി തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത്. ഇത് ബട്ടർഫ്ലൈയുടെ ഒരു വെറൈറ്റിയാണ്. ബട്ടർഫ്ലൈയുടെ വൈറ്റും പിങ്കും കൂടെ ചേർന്നൊരു വെറൈറ്റി. ഇത് എമാസ്പെർക്ക് പീച്ച്. ലീഫ് തിമ്മയുടെ പോലെ ഉണ്ട്. തിമ്മയുടെ ലീഫ്. ഫ്ലവർ പക്ഷേ നല്ലൊരു ഫ്ലവേഴ്സ്. ഇത് കയാട്ട മജന്റ. ഒരു നല്ല ഡീപ്പ് കളർ ഉണ്ട്. ഡീപ്പ് കളറാണ്. ഇയർ ലൈൻ മൊത്തം സക്കുറയാണ്. അത് മൊത്തം സക്കുറയാണ്. ഇതെല്ലാം മഹാറാണി അല്ലേ? ഇയർ ലൈന്. അതിലതിന് മഹാറാണി, ബാക്കിലോട്ട് അതർണ. ബാക്കിയുള്ള അതർണയാണല്ലേ? ഇതോ? ഇത് ചില്ലിയുടെ ഐസ്ക്രീം. ഇതെല്ലാം ചില്ലി ഐസ്ക്രീം അല്ലേ? ഡിലൈറ്റ് എന്നും പറഞ്ഞൊരു വെറൈറ്റിയാണ്. നല്ല ഗ്രീൻ കളറാണ്. തെളിഞ്ഞ കളറ്, നല്ല ഗ്രീൻ ലീഫും. ഡിലൈറ്റ്. അത് റെഡ് വണ്ടർ. ഇതെല്ലാം റെഡ് വെൻഡർ ആണല്ലേ? നല്ല ലീഫ് അടിപൊളിയല്ലേ? നല്ല മജന്റ കളർ ഫ്ലവർ. ഇത് തായ് ഡിലൈറ്റ് തന്നെ. സിൽവർ പിങ്ക് ആണല്ലേ? ശരിക്കും തായ് ഡിലൈറ്റ് പോലെ ഉണ്ട് അല്ലേ? അതുപോലെ ഉണ്ട്, പക്ഷെ അതിൽ ഡിഫറെന്റ്. ലീഫിന് വ്യത്യാസം. അത് ഡാർക്ക് കളറാണല്ലേ? ലീഫ് സിൽവർ കളർ. ഇതോ? അത് മിസ് ഹോളണ്ട്. ഇതാണ് മിസ് ഹോളണ്ട് അല്ലേ? ശരിക്കും നമ്മുടെ മിസ് വേൾഡിനെക്കാളും കുറച്ചുകൂടെ ഡീപ്പ് പിങ്ക് അല്ലേ? ഡീപ്പ് പിങ്ക്. ഇതിപ്പോ അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉണ്ടല്ലേ? ഉണ്ട്. ഒരുപാടുണ്ടായിരുന്നു. ഏകദേശം തീരാറായി. അത് സുവർണ, യെല്ലോ ഫ്ലവർ ഉള്ളത്. ഇതാണ് സുവർണ അല്ലേ? സുവർണ. ഈ വൈറ്റോ? ഇത് സ്പ്ലാഷിന്റെ ഒരു വെറൈറ്റിയാണ്. അല്ല ഈ വൈറ്റ്? വൈറ്റ് സ്പ്ലാഷിൽ തന്നെ ഉള്ളതാണ്. അതെല്ലേ? കളർ ചേഞ്ച് വരാത്ത. റെഡ്. തിമ്മയുടെ റെഡ് ആണല്ലേ ഇത്? അതെ. തിമ്മയിലിപ്പോൾ നമുക്ക് ഏതൊക്കെ കളർ ഇവിടെ ഉള്ളത്? തിമ്മ റെഡ് ഉണ്ട്, ഡാർക്ക് പിങ്ക് ഉണ്ട്, ഒരു ഓറഞ്ച് കളർ ചേർന്നുണ്ട്. യെല്ലോ? ആദ്യമേ യെല്ലോ ഉണ്ട്. കുറേ കളേഴ്സ് ഉണ്ട്.
ഇത് ഹവായി വൈറ്റ്, അതിൻ്റെ 12 ഇഞ്ച് ചട്ടി. ആ. ഇതിൻ്റെ നമുക്ക് 7 ഇഞ്ച് ചട്ടി അവൈലബിൾ ആണ്. അതെ അല്ലേ. ഈ രണ്ട് സെക്ഷനും ഹവായി വൈറ്റ് ആണല്ലേ. ആ, ഇത് ഹവായി വൈറ്റ്. ഇത് വെരിഗേറ്റഡ് ലീഫ് ആ വെള്ള കളറും ഇത് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളിയല്ലേ. ആ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് ചില്ലി അല്ലേ. ചില്ലിയുടെ യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. ആ, ഇതെല്ലാം ചില്ലി വെറൈറ്റികളാണ്. അതെ അതെ. അരുണ റെഡ് എന്നും പറഞ്ഞൊരു വെറൈറ്റി, വെറൈറ്റി. ആ, പുതിയൊരു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഇതെല്ലാം മുട്ടായി നിൽക്കുക അല്ലേ. അതെ അതെ. ഇത് മൊത്തം നമുക്ക് അധർണയുടെ ചെറിയ പ്ലാന്റ്. അധർണയ്ക്ക് എപ്പോഴും ഒരു ഭംഗിയുണ്ട് അല്ലേ. എപ്പോഴും ഒരു ഭംഗിയുള്ള മൾട്ടി കളർ വരുമ്പോഴത്തേക്കും. അതെ അതെ. കയട്ടയാണ് നമ്മൾ നേരത്തെ കണ്ട അതിന്റെ ഒരു പുതിയൊരു കളറും കൂടെ വരുന്നുണ്ട്. ഇതും കയട്ട തന്നെയല്ലേ. കയട്ട തന്നെ. ഈ ഒരു സെക്ഷൻ കയട്ടാണല്ലേ. കയട്ടാണ്. വാജിദ് റെഡ്. ഈ ഒരു സെക്ഷൻ മൊത്തം വാജിദ് റെഡ്. അതെ അതെ. ഇത് മൾട്ടി കളർ ആണല്ലേ. ഇത് മൾട്ടി കളർ എന്ന് പറയാ. നമ്മുടെ പഴയ കട്ട ആയിട്ടുള്ള അതിന്റെ ഒരു പുതിയ വെറൈറ്റി ആണ്. നല്ല വൈറ്റിലേക്ക് വരൂല്ലേ. കുറച്ചുകൂടെ വിടരും. ഗ്രീൻ ആപ്പിൾ കളറാണ്. അത് വൈറ്റിലേക്ക് വരൂല്ലേ. വൈറ്റിലേക്ക് കളർ മാറും. മഹാറാണിയുടെ ചെറിയ പ്ലാന്റ്. വലിയ പ്ലാന്റ് നമ്മള് വലിയ അവിടെ കണ്ടായിരുന്നു. ചെറിയ പ്ലാന്റ്. ഇതോ? അത് ബ്ലൂബെറി ഐസ് എന്ന് പറയും. ബ്ലൂബെറി ഐസ് ഹവായിയുടെ ഒരു മോഡലാണ്. ഇത് മിസ് ഹോളണ്ട് ആണോ? അതെ അതെ. ഓക്കെ. ഇതോ? ഇത് ബിദാദരി എന്ന് പറയും. ഒരു ബട്ടർഫ്ലൈ മൾട്ടി കളറാണ്. അതെ അതെ അതെ. ഈ ഒരു മഞ്ഞ അധർണയുടെ യെല്ലോയാ. ഗോൾഡൻ അധർണ അല്ലേ. അതെ. ഇതെല്ലാം മാത്രമേ വരുള്ളൂ അല്ലേ. ഇത് ചെറിയതായിട്ട് അവിടെ ഇവിടെ ഒക്കെ വരണുണ്ടല്ലേ. ഉണ്ട്. ഒരുമിച്ച് വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. അതെ അതെ. ഇത് പിന്നെ 3 സ്റ്റാർ എന്ന് പറയും. 3 സ്റ്റാർ വെറൈറ്റി ഇതാണ്. സുഫിയ ഇന്ത്യാന എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതൊരു മൾട്ടി മൾട്ടി കളറാണ്. നിറച്ച് മുട്ട് വരുന്നൊരു ചെടിയല്ലേ. നിറച്ച് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. ഇത് ഫ്ലെയിം റെഡിന്റെ 7 ഇഞ്ച് ചട്ടിയാ. ഇപ്പൊ ചെറുത് വന്നതല്ലേ. ചെറുത് വന്നതാ. ചെറുതിനും ആവശ്യക്കാർ കുറെ ഉണ്ടാവൂലേ. ഒരുപാടുണ്ട്. ഈ ഒരു സെക്ഷൻ മൊത്തം ഫ്ലെയിമിന്റെ ചെറിയ തൈകൾ. 7 ഇഞ്ച് ചട്ടി. ഇത് ചോക്ലേറ്റ് വെറൈറ്റി. ചോക്ലേറ്റ് വെറൈറ്റി. അതെ അതെ. അർജുനാന്നും പറഞ്ഞൊരു വെറൈറ്റിയാണ്. നിറയെ മുട്ട് വന്നിട്ടാണ് വിരിയുന്നത്. ഈ ഒരു സെക്ഷൻ മൊത്തം അർജുന അല്ലേ. അതെ അതെ അതെ. അധർണ പോലെ തന്നെ ഭംഗിയുള്ളതാണല്ലേ. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ. ഇത് ടിസി എന്ന് പറയും. ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. നല്ലൊരു കളറ്. ഒരു ലൈറ്റ് പിങ്ക് ആണല്ലേ. കൊള്ളാം. നല്ല ഇത് പുതിയതാണ്. നല്ല പുതിയ വെറൈറ്റിയാണ്. ഇതേപോലെ ഇതിന്റെ പേര് പറഞ്ഞത് ടിസി. ഇത് എലിസബത്ത് ആംഗസ് എന്ന് പറയും. ബട്ടർ ക്ലബ് കണ്ടു കഴിഞ്ഞാൽ ബട്ടർ കപ്പാന്ന് തോന്നും. പക്ഷെ അതല്ല. എലിസബത്ത് ആംഗസ്. ബട്ടർ കപ്പിന്റെ എത്ര തന്നെ വലിപ്പം ഉണ്ടല്ലേ. ഉണ്ട്. ബട്ടർ കപ്പിന് ഇച്ചിരി വേരിയേഷൻ ഉണ്ട് ഉള്ളില്. ഒരു വൈറ്റ് കളർ. ഇത് പപ്പായ ഓറഞ്ച് അല്ലേ. തിമ്മ പോലെ ഉണ്ടല്ലേ അത്. തിമ്മയുടെ ഇല പോലെ ഉണ്ട്. ഇത് സക്കുറയുടെ 7 ഇഞ്ച് ചട്ടിയ. ചെറിയ ചെറിയ അടി. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടല്ലേ. ഉണ്ട്. ടാങ്ലോങ് റെഡ്. ഇതിൽ തന്നെ സ്ലീപ്പിംഗ് ബ്യൂട്ടി അല്ലേ. ഇത് ഏകദേശം സ്ലീപ്പിംഗ് ബ്യൂട്ടി. ഇത് ടാങ്ലോങ് യെല്ലോ. ഗ്ലോസി ബ്രിസ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ബ്രിസയുടെ കുറച്ച് തെളിഞ്ഞ കളറാണ്. അതെ അതെ. ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. ഗിൽസ എന്നും പറഞ്ഞൊരു പുതിയ വെറൈറ്റി. ഗിൽസ. പിന്നെ ഇത് യെല്ലോ ഫാത്തിമ എന്ന് പറയും. ടാങ്ലോങ്ങിന്റെ പിങ്ക് ആണ്. ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ്. ഇതോ? ഇത് ലേഡി ബേർഡ് എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ലൈറ്റ് യെല്ലോ എന്നും പറഞ്ഞൊരു വെറൈറ്റി. നല്ല കളറാണല്ലേ. നല്ല കളർ. ബ്ലാക്ക് മൊണാലിസ. പുതിയ വെറൈറ്റി ചെടിയാണ്. ഗോൾഡൻ ഡാമിയ എന്ന പേരിന്റെ ഫ്ലവർ ഇപ്പം ആയിട്ടുണ്ട്. പപ്പലിന്റെ വലിയ അടി. ഡോക്ടർ റാവു എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അതിന്റെ മജന്ത കളറും ഉണ്ട്, ഓറഞ്ച് കളറും വരും. നല്ല ഇലയ്ക്ക് നല്ല വേരിയേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേനും നല്ലൊരു ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകുന്ന ഒരു ഇതുണ്ടല്ലേ. കാരണം നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്യിക്കുന്നു. അതും
ലൈനായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നതുകൊണ്ടും ആ ഹാ സെക്ഷൻ തിരിച്ചൊക്കെ ആ അതെ നമുക്ക് കാണുന്നവർക്ക് വരുമ്പോൾ കാണാനായിട്ട് നല്ല അടിപൊളിയാണ്. ആ ഹാ അതെ. ഓരോ ലൈനിലും സെക്ഷനാക്കി. ഇതൊരു പുതിയ ഏരിയ. ഇതൊക്കെ നമ്മുടെ നാടൻ വെറൈറ്റികളാണ്. ആ ഇതിൽ കുറേ കളേഴ്സ് ഉണ്ട്. ആ ഇതെല്ലാം നാടനാണല്ലേ? ആ ഇതൊക്കെ നാടനാ. ഇത് തിമ്മയുടെ വെറൈറ്റിയാണ്. നാടൻ വെറൈറ്റികളാണ്. അതിൽ കുറേ കളേഴ്സ് ഉണ്ട്. നാടനും ആവശ്യക്കാരുണ്ട്. ആ ഒരുപാട് പേരുണ്ട്. നാടനാകുമ്പോൾ കുറച്ച് വില കുറയുമല്ലോ ആ വിലയും കുറവുണ്ട്. അത്രയും വില വരത്തില്ല. ആ അതെ അതെ. പരിചരണം വെച്ചിട്ട് കുറഞ്ഞാലും കുഴപ്പമില്ല. കുറഞ്ഞാലും മഴയത്തും വെയിലത്തൊക്കെ വെക്കുകയും ചെയ്യാം. വെക്കുകയും ചെയ്യാം. അതിനകത്ത് ഒത്തിരി വെറൈറ്റികൾ വന്നിട്ടുണ്ട്. കട്ടയായിട്ടുള്ളത്, സിംഗിൾ പെറ്റൽസ്, പിന്നെ കുറേ വെറൈറ്റികളും കുറേ കളേഴ്സും ഉണ്ട്. ഈ സെക്ഷൻ മൊത്തം നാടനാണല്ലേ? ആ ഇത്ര. ഇവിടെ ഈ പൂ കട്ടപ്പൂ നിൽക്കണല്ലേ? ആ ഇവിടം വരെ. ഇതൊക്കെ വെറൈറ്റികളാണല്ലേ? ഇത് നാടനാണ്. ഇതെല്ലാം നാടനാണ്. ഇത് മൊണാലിസ റെഡ് എന്ന് പറയും. മൊണാലിസ കുറച്ച് കളക്ഷൻ ഇവിടെ ഉണ്ടല്ലേ? കുറേ ഉണ്ട്. അത് ബ്യൂട്ടിയുടെ കുറേ വെറൈറ്റീസ് ആണ്. പിങ്ക് ബ്യൂട്ടി ഉണ്ട്, ബേബി പിങ്ക് ഉണ്ട്, പിന്നെ അതിൻ്റെ വൈറ്റ് ഉണ്ട്. പിങ്കാണ് ഇവിടെ ഫോക്കസ് ചെയ്തേക്കണേ. ഇത് ബേബി പിങ്ക് ബ്യൂട്ടി, ഡാർക്ക് വരുമ്പോഴത്തേക്കും പിങ്ക് ബ്യൂട്ടി, പിന്നെ അതിൻ്റെ വൈറ്റ്, അങ്ങനെ ഒരു 3 കളേഴ്സ് ഉണ്ട് അതിൽ. ഈ ഒരു സെക്ഷൻ അങ്ങനെയാണ് അതാണല്ലേ? അതെ അതെ. നാടനുണ്ട് കുറേ. പിന്നെ ആ വേരിഗേറ്റഡ് ആയിട്ട് കാണുന്നതൊക്കെ ഡോക്ടർ റാവു ഉണ്ട്. പിന്നെ സിംഗപ്പൂർ പിങ്ക് എന്നും പറഞ്ഞൊരു വെറൈറ്റികളുണ്ട്. കുറേ അങ്ങനെ കുറേ വെറൈറ്റികളുടെ മിക്സാണ്. പുതിയതായിട്ട് ചേർത്താണ്. ചേർത്ത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതൊന്നും കണ്ടില്ല. ഇല്ലില്ല, 1 ഏക്കർ കൂടെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്.